ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോഗ്രാമിംഗ് ടോക്സ് മലയാളം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂസർ ഇൻപുട്ട് ഇൻ പൈത്തൺ. ആദ്യം യൂസർ ഇൻപുട്ട് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം പൈത്തണിൽ യൂസർ ഇൻപുട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന രണ്ട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസും നമ്മൾ പരിചയപ്പെടും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് യൂസർ ഇൻപുട്ട്? ഞാനിവിടെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുവാണ്, 2ഉം 3. ഔട്ട്പുട്ട് 5. എൻ്റെ ഈ കോഡ് മറ്റൊരാൾ റൺ ചെയ്യുവാന്നിരിക്കട്ടെ. ബട്ട് അയാൾക്ക് ഈ ഇൻപുട്ടിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് 2ഉം 3 റീപ്ലേസ് ചെയ്ത് വേറെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ എഴുതിയ കോഡ് ബേസ് ചെയ്താണെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് നമ്മുടെ കോഡിനുള്ളിൽ ചെയ്യാൻ പറ്റും അല്ലേ? ബട്ട് കോഡിനുള്ളിൽ ഇങ്ങനെ ചേഞ്ച് വരുത്തുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ? ബിക്കോസ് മൂന്നാമതൊരാൾ ഈ കോഡ് റൺ ചെയ്യുവാണെങ്കിൽ അയാൾക്ക് വേറെ രണ്ട് വാല്യൂസാണ് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും വാല്യൂസ് നമ്മൾ കോഡിനുള്ളിൽ ചേഞ്ച് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മൾ യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് യൂസറിൻ്റെ ഇൻപുട്ട് വാങ്ങിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളിവിടെ ഇൻപുട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് അല്ലേ? 2ഉം 3 എന്നുള്ള രണ്ട് വാല്യൂസ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി പൈത്തണിൽ യൂസർ ഇൻപുട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് ഇൻപുട്ടും റോ ഇൻപുട്ടും. നോക്കാം അത് രണ്ടും എന്താണെന്ന്. നോക്കാം എന്താണ് റോ ഇൻപുട്ട്, എന്താണ് ഇൻപുട്ട്. ഫസ്റ്റ് വൺ, റോ ഇൻപുട്ട്. ഏതൊരു വാല്യൂ ഇൻപുട്ടായിട്ട് കൊടുത്താലും, അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ കൊടുത്താലും അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് വാല്യൂ കൊടുത്താലും അതുമല്ലെങ്കിൽ ഒരു സ്ട്രിങ് കൊടുത്താലും അങ്ങനെ ഏത് വാല്യൂ കൊടുത്താലും റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് സ്ട്രിങ് ആയിരിക്കും. റോ ഇൻപുട്ട് റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് എപ്പോഴും സ്ട്രിങ് ആയിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് പൈത്തൺ 2.x വേർഷനിലാണ്. ഇനി സെക്കൻഡ് വൺ, ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫങ്ഷൻ പൈത്തൺ 2.xലും 3.xലും യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് പൈത്തൺ 2.xൽ ഇൻപുട്ട് വർക്ക് ചെയ്യുന്നതും 3.xൽ ഇൻപുട്ട് വർക്ക് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഫസ്റ്റ് പൈത്തൺ 2.xൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഏതൊരു വാല്യൂ ഇൻപുട്ടായിട്ട് കൊടുത്താലും അതേ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇൻറ്റിജർ വാല്യൂ ആണ് നിങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ഫ്ലോട്ട് വാല്യൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും. ഇനി പൈത്തൺ 3.xലാണെങ്കിൽ ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത് 2.xലെ റോ ഇൻപുട്ട് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് 3.xൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ വ്യത്യാസം റോ ഇൻപുട്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റോ ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ പൈത്തൺ 3.xൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത് 2.xൽ റോ ഇൻപുട്ട് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ്. അതായത് നിങ്ങളൊരു ഇൻറ്റിജർ വാല്യൂ ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സ്ട്രിങ് ആയിരിക്കും. ഔട്ട്പുട്ട് എപ്പോഴും സ്ട്രിങ് ആയിരിക്കും പൈത്തൺ 3.xൽ ഇൻപുട്ട് ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ID പൈഡ്രോയിഡ് 3 ആണ് അല്ലേ? പൈഡ്രോയിഡ് 3 എന്ന് പറയുന്നത് പൈത്തൺ 3 സപ്പോർട്ട് ചെയ്യുന്ന ID ആണ്. പൈത്തൺ 3ൽ യൂസർ ഇൻപുട്ട് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫങ്ഷനാണ് ഇൻപുട്ട്. നമുക്ക് രണ്ട് നമ്പേഴ്സ് യൂസർ ഇൻപുട്ട് കൊടുത്ത് ആഡ് ചെയ്ത് നോക്കാം.
ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് enter first number. B equal to input of enter second number. Then z equal to a plus b. Print c. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. 2 3 രണ്ട് ഇൻപുട്ട് കൊടുത്തു. ശ്രദ്ധിച്ച്, ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് തന്നെയാണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്ത ഔട്ട്പുട്ട് 2ഉം 3. അതെന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞിരുന്നു, പൈത്തൺ 3.xൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഏത് വാല്യൂ ഇൻപുട്ടായിട്ട് കൊടുത്താലും റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആയിരിക്കും അല്ലേ? അതാണ് ഇവിടെ നമുക്ക് 2ഉം 3ഉം തന്നെ റിട്ടേൺ ചെയ്തത്. ഇനി അപ്പോൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 2ഉം 3 ആഡ് ചെയ്ത് 5 ആണ്. അപ്പം അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യും. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പായിട്ട് മാറ്റുന്നു. ഇവിടെ നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ ഇൻപുട്ട് ഓഫ് എൻ്റെ ഫസ്റ്റ് നമ്പർ നമ്മൾ 2 കൊടുത്തു. 2നെ ഒരു സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് വേണ്ടത് ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഒന്നുമില്ല, ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റെന്ന് ഇവിടെ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഫസ്റ്റ് നമ്പർ 2 കൊടുത്തു, സെക്കൻഡ് നമ്പർ 3 കൊടുത്തു, 5. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 5 കിട്ടി. അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ തന്നെ കിട്ടി. പൈത്തൺ 3ൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഓൾവേസ് റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിങ് ആയിരിക്കും. നമ്മളിവിടെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണ് അല്ലേ? 2 ഇൻറ്റിജർ വാല്യൂസാണ് ആഡ് ചെയ്തത്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. സോ അതിനായിട്ട് നമ്മൾ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇനി ഇൻറ്റെന്ന് ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ പാടാണെങ്കിൽ, അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പം പറഞ്ഞാലും മതി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ലൈൻ നമ്പർ 1ൽ ഞാൻ ഫസ്റ്റ് നമ്പർ എടുത്തു, അത് വേരിയബിൾ എയിലേക്ക് അസൈൻ ചെയ്തു. അതായത് ഫസ്റ്റ് നമ്പർ 2 ആണ് കൊടുത്തത്, 2നെ ഞാൻ എയിലേക്ക് എടുത്തു. സെക്കൻഡ് നമ്പർ 3 ആണ് കൊടുത്തത്, 3യെ ഞാൻ ബിയിലേക്ക് എടുത്തു. ബട്ട് പൈത്തൺ 3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇൻപുട്ടാണ്. സോ ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പൈത്തൺ 3ൽ ഓൾവേസ് റിട്ടേൺ ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആണ്.
ഈ 2ഉം 3 ഇപ്പോൾ സ്ട്രിങ് ആയിട്ടാണ് എടുത്തത്. നമുക്ക് വേണ്ടത് ഒരു ഇൻറ്റിജർ വാല്യൂയിലേക്കാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. c is equal to int of a plus int of b. ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. ദെൻ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് നോക്കാം. കണ്ടില്ലേ? ഇങ്ങനെ കൊടുത്താലും മതി. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുന്നു. പൈത്തണിൽ ഇൻപുട്ട് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് റോ ഇൻപുട്ടും ഇൻപുട്ടും. റോ ഇൻപുട്ട് പൈത്തൺ 2.xൽ യൂസ് ചെയ്യുന്നതാണ്. ഓൾവേസ് റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് ഒരു സ്ട്രിങ് ആയിരിക്കും. ഇൻപുട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫങ്ഷൻ പൈത്തൺ 2.xലും യൂസ് ചെയ്യുന്നുണ്ട്, 3.xലും യൂസ് ചെയ്യുന്നുണ്ട്. 2.xൽ നമ്മൾ ഏത് ഇൻപുട്ട് കൊടുത്താലും റിട്ടേൺ ചെയ്യുന്നത് അതേ ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ഇൻപുട്ട് അതായത് നിങ്ങൾ ഇൻറ്റിജറാണ് കൊടുക്കുന്നതെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ടും ഇൻറ്റിജർ ആയിരിക്കും. എന്നാൽ പൈത്തൺ 3.xൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഓൾവേസ് റിട്ടേൺ ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആയിരിക്കും. ലൈക്ക് റോ ഇൻപുട്ട് ഇൻ പൈത്തൺ 2.x. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പറഞ്ഞ പോർഷൻ എന്താണ് യൂസർ ഇൻപുട്ട് എന്നുള്ളത് ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്കത് യൂസ്ഫുൾ അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പം എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ. സ്റ്റേ സേഫ്.